വെൽക്കം ബാക്ക് ടു Onevestor. ഞാൻ പ്രീവിയസ്ലി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിട്ടേൺസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റിട്ടേൺസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. സോ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മ്യൂച്വൽ ഫണ്ട്സിനോട് പേഴ്സണലി അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ഞാൻ റാൻഡംലി മാത്രമാണ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് എന്നുള്ളത്. സോ ലാസ്റ്റ് ടൈം ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ 2016 മാർക്കറ്റ് ക്രാഷിലായിരുന്നു. സോ അന്ന് നിഫ്റ്റി 7500 ലെവൽസിൽ എത്തിയപ്പോഴത്തേക്കാണ് ഞാനൊരു ELSS പ്ലാൻ വാങ്ങിച്ചത്, ഒരു ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഫണ്ട് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളതും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിൽ എനിക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള 5 കാര്യങ്ങൾ വീതമാണ്. സോ ആദ്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ എപ്പോഴും മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും റിട്ടേൺസിനെ ബീറ്റ് ചെയ്യുന്ന ഫണ്ട്സുകൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സോ ഈ മിക്ക ഫണ്ട്സും അറ്റ് ടൈംസ് ഇതുപോലെ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോങ് ടേമിൽ ബീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു വോൾട്ടിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ക്രാഷ് വരുമ്പോഴത്തേക്ക് ഈ മിക്ക ഫണ്ട്സും ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയും സെൻസെക്സിനെയും ഒക്കെ അണ്ടർ പെർഫോം ആണ് ചെയ്യാറ്. സോ ഈ എക്സ്പേർട്സ് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി എന്തിനാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് പേഴ്സണലി പോയി സെൻസെക്സിൻ്റെയോ നിഫ്റ്റിയുടെയോ ഇൻഡെക്സ് ഫണ്ടിലോ അല്ലെങ്കിൽ ETF-ലോ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, ഈ ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ജങ്ക് സ്റ്റോക്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാർജസ് ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ഫണ്ട് വാല്യൂന്ന് ഏകദേശം 1 to 2% ആനുവലി ഡിഡക്ട് ചെയ്യും മ്യൂച്വൽ ഫണ്ടിൻ്റെ AMC ആയിട്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആക്ച്വലി നിസ്സാര എമൗണ്ട് ഉള്ളെങ്കിൽ ഇതൊരു വലിയ എമൗണ്ടായിട്ട് അല്ല വലിയൊരു ചാർജസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം വേണമെങ്കിൽ നോക്കിയാൽ മതി. സേ നമ്മുടെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ സേ ഒരു 1 crore ആണെന്ന് വെച്ചോ. 1 crore ആണെങ്കിൽ നമ്മളപ്പം ആനുവലി മ്യൂച്വൽ ഫണ്ട് ഹൗസിന് അവർ നമ്മുടെ ചാർജസ് ആയിട്ട് തന്നെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 to 2 lakhs per year ആണ്. സോ നമ്മളത് ഡയറക്റ്റ് പേയ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മുടെ പക്ഷേ ആക്ച്വലി ഫണ്ട് വാല്യൂ എന്നാണത് എല്ലാ വർഷവും അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ മേ ബി അതായത് ഒരു വർഷം 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതായത് ഒരു മാസം ഏകദേശം 15,000 അറൗണ്ട് വരും. അതായത് അതൊരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ആയിട്ട് തന്നെ നോക്കുവാണെങ്കിൽ അതൊരു നല്ല എമൗണ്ട് തന്നെയാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഡിമോണിറ്റൈസേഷന് ശേഷം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഭയങ്കരമായിട്ടൊരു പുഷാണ് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്നത്. സോ സ്ഥിരം മിക്ക ചാനൽ എടുത്ത് നോക്കിയാലും മ്യൂച്വൽ ഫണ്ട് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഡ്സ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് അപ്പം മിക്കവാറും സംഭവിക്കുന്നത് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന ആഡ്സ് ആണത്. സോ അതിൻ്റെ അകത്ത് അവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് നല്ലൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുള്ള രീതിയിലും അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ വിഡ്രോ ചെയ്യാം അങ്ങനത്തെ രീതിയിലാണ്. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതങ്ങനല്ല. സോ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനപ്പോൾ അതിൻ്റെ അകത്ത് ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ലിങ്ക്സ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ആക്ച്വലി നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ട് പ്ലാൻസ് നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി നമ്പർ ഓഫ് ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സിനേക്കാളും കൂടുതലായിരിക്കും. സോ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ നോക്കുമ്പോഴത്തേക്ക് ഈ തൗസൻഡ്സ് ഓഫ് ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ. സോ അതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. അതിനൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ലൊരു ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഥവാ നമ്മളൊരെണ്ണം സെലക്ട് ചെയ്താൽ തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ള 3 പ്രശ്നങ്ങൾ അതിന് ആപ്ലിക്കബിളുമാണ്. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് പേഴ്സണലി അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നാത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന 5 യൂണിക് അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റോക്ക് ഒബ്സഷൻ അതിൻ്റെ അകത്ത് വരുന്നില്ല. ഞാൻ പേഴ്സണലി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റോക്കിനോട് എനിക്കൊരു ഒബ്സെഷനോ അല്ലെങ്കിൽ ഒരു അഡിക്ഷനോ ചിലപ്പോൾ തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് അതിപ്പം ജങ്ക് സ്റ്റോക്സ് ആണെങ്കിൽ പോലും സംടൈംസ് അത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ആവറേജ് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ബാക്കി റെഗുലർ സ്റ്റോക്സ് ആണെങ്കിൽ ഗ്രോത്ത് സ്റ്റോക്ക് ആണെങ്കിൽ വാല്യൂ സ്റ്റോക്സ് ആണെങ്കിലും ശരി ഞാൻ താഴോട്ട് പോകുമ്പോഴത്തേക്ക് അത് ആവറേജ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ അതിൻ്റെ പ്രൈസും ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു പ്രശ്നം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു സ്റ്റോക്കിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഫണ്ടാണ് മൾട്ടിപ്പിൾ സ്റ്റോക്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരു സെക്ടർ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ അതിൻ്റെ അകത്ത് വരുന്നില്ല. സോ അത് അവരുടെ ജോബാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ടോട്ടൽ വാല്യൂ മാത്രമേ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഞാനിപ്പം നേരത്തെ പറഞ്ഞിരുന്നു, ഞാനിപ്പം ഇൻഡിവിജ്വലി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ സ്റ്റോക്കിൻ്റെയും പ്രൈസ് എനിക്ക് പോയി മോണിറ്റർ ചെയ്യണം. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോക്സിലായിരിക്കും. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ഇന്നത്തെ വാല്യൂ മാത്രം എനിക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ എത്ര വാല്യൂ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അകത്തെ സ്റ്റോക്സ് എല്ലാം അണ്ടർ പെർഫോമിംഗ് ആണോ പെർഫോമിംഗ് ആണോ എന്നുള്ളത് പോയി എനിക്ക് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല.
അറിയില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ട്സും പോയി ജങ്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ പേഴ്സണലി പോയി ജങ്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോസ് റിയലൈസ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളത് ഹോൾഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അത് വീണ്ടും ആവറേജ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ ജങ്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും അവരൊരു സ്റ്റോപ്പ് ലോസ് എത്തുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട് പോകുമ്പോഴത്തേക്ക് അവരത് എക്സിറ്റ് ചെയ്തോളൂ. നമുക്കതൊട്ട് ഫെയിൽ ചെയ്യത്തില്ല, കാരണം നമ്മുടെ ടോട്ടൽ ഫണ്ട് വാല്യൂവിൻ്റെ ചിലപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ അതിൻ്റെ അഫക്റ്റ് ചെയ്യുന്നുള്ളായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സിലല്ല ഒരു സിംഗിൾ പേയ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്രിട്ടാനിയയുടെയും ഐഷർ മോട്ടോഴ്സിൻ്റെയും ഓരോ ഷെയർ വെച്ച് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 റുപ്പീസാണ് അവിടെ വേണ്ടി വരിക. പക്ഷേ ഇപ്പം ഈ രണ്ട് സ്റ്റോക്കും പോർട്ട്ഫോളിയോയിലുള്ള ഏതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് മേ ബി 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കോ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പോയി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് താഴോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും ആവറേജ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. സോ ലെറ്റ്സ് സേ ഇപ്പം നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ സേ ഇപ്പോൾ ഒരു 100 ഇൻഫോസിസ് വാങ്ങിക്കുവാണെങ്കിൽ ഏകദേശം 75,000 റുപ്പീസായി. സോ അതിപ്പോൾ പെട്ടെന്ന് ഒരു ക്രാഷ് വരുവാണെങ്കിൽ നമ്മൾ അടുത്തൊരു 75,000 ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അത് ആവറേജ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ആക്ച്വലി ഈസിയാണ്. നമ്മളിപ്പോൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു 80,000 ആവുകയാണെങ്കിൽ നമ്മൾ പിന്നെയും നമ്മുടെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അല്ലെങ്കിൽ ഉള്ള ക്യാപിറ്റൽ എത്രയാണോ അത്രയും മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഈവൻച്വലി പതുക്കെ ആവറേജ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു 10 സ്റ്റോക്ക് ആണെങ്കിൽ ഒരു മാർക്കറ്റ് ക്രാഷ് വരുമ്പോഴത്തേക്ക് ഈ 10 സ്റ്റോക്കും താഴോട്ട് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 10 സ്റ്റോക്സിനും പോയി നമ്മൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫണ്ടിൻ്റെ വാല്യൂ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഫണ്ടിൽ മാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. സോ ആവറേജ് ചെയ്യാൻ ഇച്ചിരി കൂടെ ഈസിയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ 1-2 കമ്പനിയിലല്ല പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോക്സിലായിരിക്കും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് കുറയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഇൻഡിവിജ്വലി പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പം നമ്മളൊരു 5 സ്റ്റോക്സിലായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 10 സ്റ്റോക്സിലായിരിക്കും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ 50 അല്ലെങ്കിൽ 40% താഴെ പോകുകയാണെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴോട്ട് പോകും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരൊരു റിസ്ക് പ്രൊഫൈൽ നോക്കിയിട്ട് അവർ ചെയ്യത്തുള്ളൂ. സോ റിസ്കി സ്റ്റോക്സിലാണെങ്കിൽ അവരുടെ അധികം എക്സ്പോഷർ കൊടുക്കത്തില്ല. അപ്പം നമുക്ക് അത്ര ഒരു ഡൗൺ സൈഡ് ഫീൽ ചെയ്യത്തില്ല മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ ഇതുപോലെ റിസ്കി അസറ്റ്സിൽ അവർ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ആ ഫണ്ട് നല്ലതായിട്ട് അണ്ടർ പെർഫോം ചെയ്യാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നല്ല ഫണ്ടാണെങ്കിൽ നമ്മളെ അധികം അത് അഫക്റ്റ് ചെയ്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള 5 കാര്യങ്ങൾ. ഞാൻ മ്യൂച്വൽ ഫണ്ട്സിനെ ബേസ് ചെയ്ത് കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അത് കാണാൻ പറ്റും. സോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.